എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സോളാർ കൺട്രോളർ ഒരു ബാറ്ററി സ്റ്റോറേജ് സ്റ്റേഷനിലേക്ക് എങ്ങനെ വയർ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ഈ എക്സസൈസ് 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഭാഗം 1-ൽ ചാർജ് കൺട്രോളറിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുകയും ബാറ്ററിയെ അതിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്യും. ബാക്കി ഭാഗം 2-ൽ അടങ്ങിയിരിക്കും. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. കണക്ഷനായി വയറുകൾ തയ്യാറാക്കുക. ചാർജ് കൺട്രോളറിന്റെയും ബാറ്ററികളുടെയും ടെർമിനലുകൾ ശരിയായി വയർ ചെയ്യുക. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനിയുടെ ടൂൾ കിറ്റ്, സോളാർ പാനൽ 12 വോൾട്ട് 100 വാട്ട്, സോളാർ ചാർജ് കൺട്രോളറും അതിൻ്റെ യൂസർ മാനുവലും, ലഗുകളോട് കൂടിയ കണക്റ്റിംഗ് വയറുകൾ ആവശ്യാനുസരണം. ബാറ്ററി 12 വോൾട്ട് പെർ 10 ആംപിയർ ഹവർ കപ്പാസിറ്റി. സോളാർ പാനൽ ഇൻസ്റ്റോളേഷനിൽ ചാർജ് കൺട്രോളറുടെ പ്രാധാന്യം നമുക്ക് ചർച്ച ചെയ്യാം. സോളാർ പാനലുകൾ, ബാറ്ററി ബാങ്ക് ഉണ്ടെങ്കിൽ ലോഡ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ പവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ തമ്മിലുള്ള വൈദ്യുതിയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിലൂടെ ഒരു ചാർജ് കൺട്രോളർ ഒരു സോളാർ പാനൽ ഇൻസ്റ്റോളേഷനിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ബാറ്ററി സ്റ്റോറേജ് ഉള്ള സിസ്റ്റങ്ങളിൽ ചാർജ് കൺട്രോളർ ബാറ്ററികളുടെ ഓവർ ചാർജിംഗ്, ഡീപ്പ് ഡിസ്ചാർജിങ്ങും തടയുന്നു. ഇത് ബാറ്ററിയുടെ പെർഫോമൻസ് കുറയ്ക്കുകയും ആയുസ് കുറയ്ക്കുകയും സുരക്ഷാ അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യും. ബാറ്ററി വോൾട്ടേജ് നിരീക്ഷിക്കുന്നതിലൂടെയും ചാർജിംഗ് പ്രക്രിയ നിയന്ത്രിക്കുന്നതിലൂടെയും ബാറ്ററികൾ മികച്ച രീതിയിൽ ചാർജ് ചെയ്യുകയും സുരക്ഷിതമായ വോൾട്ടേജ് ലെവലുകളിൽ ആയിരിക്കുന്നുവെന്ന് ചാർജ് കൺട്രോളർ ഉറപ്പാക്കുന്നു. സൂര്യപ്രകാശം കുറഞ്ഞതോ ഇല്ലാതെയോ ആയ സമയങ്ങളിൽ സൗരോർജ പാനലുകൾക്ക് ഊർജ സ്രോതസ്സുകൾക്ക് പകരം ലോഡുകളായി പ്രവർത്തിക്കാൻ കഴിയും. ഇത് ബാറ്ററികളിൽ നിന്ന് സോളാർ പാനലുകളിലേക്ക് റിവേഴ്സ് കറന്റ് ഫ്ലോയ്ക്ക് കാരണമാകുന്നു. റിവേഴ്സ് കറന്റ് ഫ്ലോ തടയുന്നതിലൂടെ ബാറ്ററികളെയും സോളാർ പാനലുകളെയും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെയും ചാർജ് കൺട്രോളറുകൾ സംരക്ഷിക്കുന്നു. ചാർജ് കൺട്രോളറിലെ ടെർമിനലുകൾ തിരിച്ചറിയൽ. ലാബിൽ ലഭ്യമായ സോളാർ ചാർജ് കൺട്രോളർ തിരഞ്ഞെടുക്കുക. ചാർജ് കൺട്രോളറിലെ സോളാർ പാനൽ ടെർമിനലുകൾ, ബാറ്ററി ടെർമിനലുകൾ, ലോഡ് ടെർമിനലുകൾ എന്നിവ തിരിച്ചറിയുക. സോളാർ പാനൽ ടെർമിനലുകൾ നിങ്ങളുടെ സോളാർ പാനലുകളിൽ നിന്ന് വരുന്ന വയറുകളെ ബന്ധിപ്പിക്കുന്ന ഇടമാണ് ഈ ടെർമിനലുകൾ. അവയെ പലപ്പോഴും സോളാർ PV അല്ലെങ്കിൽ സോളാർ ഇൻപുട്ട് എന്ന് ലേബൽ ചെയ്യുന്നു. സോളാർ പാനലുകളിൽ നിന്ന് പോസിറ്റീവ്, നെഗറ്റീവ് വയറുകളെ ബന്ധിപ്പിക്കുന്നതിന് സാധാരണയായി ഈ 2 ടെർമിനലുകൾ ഉപയോഗിക്കുന്നു. ബാറ്ററി ടെർമിനലുകൾ നിങ്ങളുടെ ബാറ്ററി ബാങ്കിലേക്ക് നയിക്കുന്ന വയറുകളെ ബന്ധിപ്പിക്കുന്ന ഇടമാണ് ഈ ടെർമിനലുകൾ. അവ സാധാരണയായി ബാറ്ററി അല്ലെങ്കിൽ BAT എന്ന് ലേബൽ ചെയ്യപ്പെടുന്നു. കൂടാതെ പോസിറ്റീവ്, നെഗറ്റീവ് ബാറ്ററി കേബിളുകളെ ബന്ധിപ്പിക്കുന്നതിന് പലപ്പോഴും 2 ടെർമിനലുകൾ ഉണ്ട്. ലോഡ് ടെർമിനലുകൾ ലൈറ്റുകൾ, വീട്ടുപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പോലുള്ള ലോഡുകൾ ബന്ധിപ്പിക്കുന്നതിന് ചില ചാർജ് കൺട്രോളറുകൾക്ക് ടെർമിനലുകൾ ഉണ്ട്. ഈ ടെർമിനലുകളെ സാധാരണയായി ലോഡ് അല്ലെങ്കിൽ ലോഡ് ഔട്ട്പുട്ട് എന്ന് ലേബൽ ചെയ്യുന്നു. ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നു. എല്ലായ്പ്പോഴും ബാറ്ററി ആദ്യം ചാർജ് കൺട്രോളറിലേക്ക് ബന്ധിപ്പിക്കുക. ആദ്യം ബാറ്ററി ബന്ധിപ്പിക്കുന്നത് ഇൻസ്റ്റോളേഷൻ സമയത്ത് വൈദ്യുത അപകടങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു. ബാറ്ററികൾ വലിയ അളവിൽ ഊർജം സംഭരിക്കുകയും ഹൈ കറന്റ് നൽകുകയും ചെയ്യും. അതിനാൽ അവ ബന്ധിപ്പിക്കുന്നത് സിസ്റ്റത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വയറിംഗ് ചെയ്യുമ്പോൾ ആക്സിഡന്റൽ ഷോർട്ട് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ വൈദ്യുത ഷോക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ബാറ്ററി കേബിളുകളുടെ 2 ലെങ്ത് മുറിക്കുക. ഒന്ന് പോസിറ്റീവ് ടെർമിനലിനും മറ്റൊന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനും.
ബെയർ വയർ കിട്ടുന്നതിനായി കേബിളുകളുടെ അറ്റങ്ങളിൽ നിന്ന് ഇൻസുലേഷൻ നീക്കം ചെയ്യുക. ബാറ്ററി കേബിളിൻ്റെ സ്ട്രിപ്പ് ചെയ്ത അറ്റത്തേക്ക് ലഗ് സ്ലൈഡ് ചെയ്യുക. ഗ്യാപ്പുകളോ ലൂസ് സ്ട്രാൻഡുകളോ ഇല്ലാതെ ലഗിൻ്റെ ബാരൽ എക്സ്പോസ് വയറിന് മുകളിൽ നന്നായി യോജിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കുക. ബാറ്ററി കേബിളിൻ്റെ സ്ട്രിപ്ഡ് അറ്റത്തേക്ക് ഒരു ക്രിമ്പിംഗ് ഉപകരണം ഉപയോഗിച്ച് ഒരു ലഗ് ക്രിം ചെയ്യുക. ബാറ്ററി കേബിളുകളിൽ എല്ലാ ലഗുകളും ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ബാറ്ററികളിലെ ഉചിതമായ ടെർമിനലുകളിലേക്ക് കേബിളുകൾ ബന്ധിപ്പിക്കുക. ഈ റിലയബിൾ ഇലക്ട്രിക്കൽ കണക്ഷൻ സ്ഥാപിക്കുന്നതിന് ടെർമിനൽ നട്ട്സ് അല്ലെങ്കിൽ ബോൾട്ടുകൾ സുരക്ഷിതമായി മുറുക്കുക. ബാറ്ററികളിൽ പൊളാരിറ്റികൾ വളരെ പ്രധാനമാണ്, കാരണം അവ ഒരു സർക്യൂട്ടിനുള്ളിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. തെറ്റായ പൊളാരിറ്റി കണക്ഷനുകൾ ഷോർട്ട് സർക്യൂട്ടുകൾ, ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ ചിലതരം ബാറ്ററികളിൽ സ്ഫോടനം എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുടെയും ഉപകരണങ്ങളുടെയും സുരക്ഷിതവും ഫലപ്രദവുമായ പ്രവർത്തനത്തിന് ശരിയായ പൊളാരിറ്റി നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിനെ ചാർജ് കൺട്രോളറിലെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുകളുമായി DC ബ്രേക്കർ അല്ലെങ്കിൽ DC ഫ്യൂസ് സീരീസായി കണക്ട് ചെയ്ത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനെ ചാർജ് കൺട്രോളറിലെ ബാറ്ററി ടെർമിനലിൻ്റെ നെഗറ്റീവ് ടെർമിനലുകളുമായി ബന്ധിപ്പിച്ച് സ്ക്രൂകൾ മുറുക്കുക. ബാറ്ററി ടെർമിനലുകളുടെ പൊളാരിറ്റി പരിശോധിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ ശരിയായി തിരിച്ചറിയുകയും ചാർജ് കൺട്രോളറുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ: ചാർജ് കൺട്രോളറിലെ ടെർമിനലുകൾ തിരിച്ചറിയുക, ചാർജ് കൺട്രോളറിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യൽ. ഇവിടെ പാർട്ട് 1 അവസാനിക്കുന്നു. നന്ദി.